എല്ലാവരുടെയും ജീവിതത്തിലെന്ന പോലെ കോളേജ് കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഒരു വസന്തകാലം തന്നെയായിരുന്നു. MA മലയാളം ഫൈനൽ ഇയർ ഒത്തിരി നല്ല ഓർമ്മകൾ തന്ന വർഷമായിരുന്നു. ഏറ്റവും കൂടുതൽ എഴുതിയതും ഇക്കാലത്താണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പ്രണയത്തെ പറ്റിയാണ്. ശരിക്കും പ്രണയത്തിലായ, പ്രണയമായി മാറിയ ഒരു മനുഷ്യൻ താൻ പ്രണയത്തിലാണെന്ന് തെളിയിക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല. നിങ്ങൾ പ്രണയത്തിലല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് തെളിയിക്കേണ്ടി വരുന്നത്. നിങ്ങൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങൾ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു. സത്യത്തിൽ അത് തെളിയിക്കുന്നത് വിപരീതമായ പ്രണയമല്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ ഒരാളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അയാളോട് പറയേണ്ട ആവശ്യമുണ്ടോ? അത് തെളിയിക്കുന്നത് നിങ്ങളുടെ പ്രണയത്തിന്റെ പോരായ്മയല്ലേ? നമ്മൾ ആലോചിക്കേണ്ട വസ്തുത, പ്രണയം എപ്പോഴും മനസ്സിൽ നിന്നും മനസ്സിലേക്ക് പങ്കിടാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞു വന്നത്, പ്രണയം യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മലയാളം കവിതാ രചന മത്സര വിഭാഗത്തിൽ 1ാം സ്ഥാനം CMS കോളേജിലെ B ശ്രീകല, 2ാം സ്ഥാനം SD കോളേജിലെ PR നാഥൻ. അന്ന് നിന്നെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വെച്ച് നോട്ടൗട്ടതാ. കൊടുക്കൈ. ഇതൊരു നേരം പോക്ക്. 1ാം സ്ഥാനം നേടി ശ്രീകല തന്നെ ഇത് പറയണം. ജൂനിയറായ നാഥൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി മാറി. എഴുത്തും വായനയും ചർച്ചയും കവിത ചൊല്ലലുമൊക്കെയായി സമ്പന്നമായ നാളുകൾ. എടോ, ഞാൻ എഴുതാൻ വാങ്ങിച്ച നോട്ട്ബുക്ക് താൻ തുറന്നു നോക്കിയോ? നോക്ക് മനുഷ്യ. കൊള്ളാം കൊള്ളാം. എടാ, കോഴ്സ് തീരാറായില്ലേ? നമുക്കൊരു ട്രിപ്പ് പോയാലോ? എല്ലാരും കൂടി കാട്ടിലേക്ക്. നല്ല രസമായിരിക്കില്ലേ? ആണ്, നീ തന്നെ അറേഞ്ച് ചെയ്താൽ മതി. അടിപൊളി, ഞാൻ തന്നെ അറേഞ്ച് ചെയ്തോളാം. എനിക്ക് ഫുഡിന്റെ സമയം, ഫുഡ് മേടിച്ചോണ്ട് വരാം. ഹലോ, ഫുഡ് എത്തി.
ഡാഡാ കുപ്പി എവിടെ? ആ ഇപ്പൊ തരാം. വേണോ ശ്രീകല? ദാ പിടിക്ക്. എടാ, അടുത്ത ആഴ്ചയോടെ പരീക്ഷ തീരുവാ. പിന്നെ ഇന്നലെ എന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു. ഗൾഫിലാണ്. ഒരു മുരളീകൃഷ്ണൻ. വീട്ടുകാർ താല്പര്യത്തിലാണ്. എന്നെക്കാള് 10 വയസ്സ് കൂടുതലാ. 1 മാസത്തിനുള്ളിൽ വിവാഹം നടത്തണമെന്നാ വീട്ടുകാരുടെ അഭിപ്രായം. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കാൻ മനസ്സ് പറയുന്നു. നമ്മുടെ ഈ പ്രായത്തില് മറ്റൊരു എടുത്തുചാട്ടത്തിന് ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ഈ അവസ്ഥയിൽ എനിക്കിതേ പറ്റൂ. നിന്റെ ജീവിതം നിന്റേത് മാത്രമാണ്. എന്നാ ഞാൻ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ മുരളിച്ചേട്ടനുമായുള്ള കല്യാണം നടന്നു. നന്ദൊഴിച്ച് എല്ലാവരും വന്നിരുന്നു. ചെറുപ്പത്തിൽ ഗൾഫിൽ പോയതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ ശീലങ്ങളൊന്നും എനിക്ക് വശമില്ല. പഴയ സിനിമകളിലൊക്കെ പറയുന്ന പോലെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഇതിനെവിടെയാ സമയം? പിന്നെ നിന്നെ വിഷമിപ്പിക്കുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല, അത് തീർച്ച. എല്ലാം പറഞ്ഞു നാത്തൂമാര്. ഞാൻ PSC എക്സാം 2 എഴുതിയിട്ടുണ്ട്. ജോലി കിട്ടിയാ പോണം. അതിനെന്താ, എന്റെ അഭിപ്രായം അത് തന്നെ. തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും പോവാം. ഓ, രണ്ട് മാസത്തിനുള്ളിൽ മുരളിച്ചേട്ടൻ തിരിച്ചുപോയി. കൂട്ടുകുടുംബത്തിലെ എല്ലാ കീഴ്വഴക്കങ്ങളും പാലിക്കാൻ ഞാൻ നിർബന്ധിതയായി. PSCക്ക് അപേക്ഷ അയക്കലും ഇന്റർവ്യൂവിന് പോകലും ഒക്കെയായി നടന്ന നാടുകൾ. അതിനിടയില് ശ്രീലക്ഷ്മി പിറന്നു. അവളുടെ 1ാം പിറന്നാള് കഴിയുന്നതിന് മുൻപേ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി സർവീസിൽ കയറി. മറ്റു കൂട്ടുകാർക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയെന്നറിഞ്ഞെങ്കിലും എവിടെയാണെന്ന് തിരക്കാൻ എന്തോ തോന്നിയില്ല. ആരോടും അധികം ബന്ധപ്പെടാതെ വായനയും ജോലിയും കുടുംബവും ഒക്കെയായി നടന്ന കുറെ നാളുകൾ. പിന്നെ കൊടകര ഓഫീസിൽ ജോയിന്റ് BDO ആയി പ്രമോഷൻ ട്രാൻസ്ഫർ. അവിടുത്തെ ഓർമ്മകൾ എന്റെ ജീവിതത്തിൽ പലതും തിരിച്ചു തന്ന നിമിഷങ്ങളാണ്. അഴിച്ചുവിട്ട പട്ടം പോലെ പറന്നു നടന്നു.